മതക്രിമിനലായ റമീസിന് പ്രണയത്തേക്കാൾ വലുതായിരുന്നു മതം. ആ കുട്ടി പലതവണ ആവർത്തിച്ചു പറഞ്ഞു, അല്ലെ, ആ മതം മാറാമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് വേഗത്തിൽ മാറണമെന്നായിരുന്നു ഈ റമീസിന്റെ ആവശ്യം. അതിനുവേണ്ടി ക്രൂരമായി മർദ്ദിക്കുന്നു, പൊന്നാനി പോയോ ആവശ്യപ്പെടുന്നു. എന്താണ് സംഭവിച്ചത്? വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കേസാണ് ഈ സോനയുടെ, കോതമംഗലത്തെ എൽദോസിന്റെ, യശശരീരനായ എൽദോസിന്റെ മകൾ സോനയുടെ. സോനയുടെ സഹോദരൻ ബേസിൽ പറയുന്ന കാര്യങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അതുപോലെ തന്നെ ആ സോന എഴുതിയ ആത്മഹത്യാ കുറിപ്പ്, അതിനകത്ത് കാര്യങ്ങൾ വ്യക്തമാണ്. നോക്കൂ, ഇവിടെ കോളേജിൽ പഠിക്കാൻ വന്നു, സോനയും റമീസും പ്രണയബദ്ധരായി, തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, പ്രണയബദ്ധരായി. അവിടെ അവർക്ക് പ്രണയിക്കുമ്പോൾ മതം ഒരു തടസ്സമായിരുന്നില്ല. അതിനുശേഷം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഈ പെൺകുട്ടി റമീസ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നല്ലോ, ഒരു മതം മാറ്റത്തിന് വേണ്ടിയാണോ ആ പ്രണയമെന്ന്. അല്ല, അതിലേക്ക് ഞാൻ വരുന്നു. ശരിയാണ്, ആ സംശയം, അതാ ഞാൻ പറഞ്ഞത്, ആഴത്തിൽ പരിശോധിക്കേണ്ട, അന്വേഷിക്കേണ്ട ഒരു കേസാണിത്. ഇതിൻ്റെ പുറകിൽ കേവലം ഒരു റമീസോ റമീസിൻ്റെ മാതാപിതാക്കളോ മാത്രമല്ല, അതിനും പിന്നിൽ ഒരു സംഘടിത മത ലോബി, ഒരു മതം മാറ്റ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിൽ എന്നുള്ളത് വർഷങ്ങളായിട്ട് നമ്മളെ അലട്ടുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പൊതുസമൂഹത്തിന് കാര്യത്തിൽ തീർപ്പുണ്ട്. ഒരു സംഘടിത മത ലോബി, ഒരു സംഘടിത മതം മാറ്റ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. അതാണ് ആ കേരള സ്റ്റോറി സിനിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത തെളിയിക്കുന്നത്. അതായത് അതവിടെ നിൽക്കട്ടെ, നമുക്ക് സോനയുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ സോനയെ കണ്ട് പ്രേമിക്കുമ്പോൾ റമീസിന് സോനയുടെ മതം ഒരു വിഷയമായിരുന്നില്ല. അതോ ആ മതം വിഷയമാക്കി, തൻ്റെ മതം വിഷയമാക്കി, തൻ്റെ മതവിശ്വാസി അല്ലാത്തൊരു പെൺകുട്ടിയെ തൻ്റെ മതത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമമായിരുന്നു. കാരണം ഇങ്ങനെ നമുക്കറിയാം, ലോകത്ത് ഇതുപോലെ ഇങ്ങനെ മതപരിവർത്തനം ചെയ്താൽ അമുസ്ലിം പെൺകുട്ടികളെ മതം മാറ്റി ഇതിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പുറകിൽ വലിയ ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഞാനല്ല, മാധ്യമപ്രവർത്തകരല്ല, അത് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദനാണ്. 2010 20 വർഷം കൊണ്ട് ഈ അമുസ്ലിം പെൺകുട്ടികളെ, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രേമിച്ച്, മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട് പ്രേമിപ്പിച്ച് അവരെ മതം മാറ്റി വിവാഹം കഴിച്ച് അങ്ങനെ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുക, അങ്ങനെ ഒരു മുസ്ലിം രാജ്യം സ്ഥാപിക്കുക, കേരളത്തെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റുക, ഇതൊക്കെ പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ചാണ് അദ്ദേഹം പത്രക്കാരോട് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ സംഭവം പരിശോധിക്കാൻ. ഈ സോനയെ പ്രേമിച്ചു കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ സമയമായപ്പോൾ മതം മാറണം. അപ്പോൾ അജണ്ട അപ്പോഴാണ് മറനീക്കി പുറത്തു വന്നത്. അതുവരെ അജണ്ട രഹസ്യമാണ്. പ്രേമിക്കുന്ന സമയത്ത് അജണ്ടകളൊന്നും പുറത്തു വന്നിട്ടില്ല. അജണ്ടകളൊക്കെ റമീസിൻ്റെ മനസ്സിൽ, ഉള്ളിൽ വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു. സമയമായപ്പോൾ മതം മാറണം. അങ്ങനെ അവസാനം ഈ കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനും അമ്മയും ബന്ധുക്കളും, അടുത്ത ബന്ധുക്കളും ഒക്കെ ശരി എന്നാൽ ഈ പയ്യനുമായിട്ട് പ്രേമിച്ചതാണല്ലോ, ശരി മതം മാറിക്കോ, കല്യാണം നടത്തി തരാം. അങ്ങനെ മതം മാറി കല്യാണം നടത്താനുള്ള തീരുമാനം ആകുന്നു. അപ്പോഴാണ് ഈ അച്ഛൻ ആകസ്മികമായിട്ട്, ആകെ തകർന്നു പോയ ഒരു മനുഷ്യൻ, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് പെൺമക്കളുടെ വിവാഹം, ഏതൊരു അച്ഛനെ സംബന്ധിച്ച്. ആ അച്ഛൻ മാനസികമായിട്ട് തകർന്നു പോയി. അദ്ദേഹം വളരെ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി, തൻ്റെ ഈ പ്രണയമാണ്, തൻ്റെ ഈ മതം മാറിയുള്ള വിവാഹമാണ് പിതാവിൻ്റെ മരണത്തിന് കാരണമെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അച്ഛൻ മരിച്ചതല്ലേ, 1 വർഷം കഴിയട്ടെ, എന്നിട്ട് വിവാഹം നടത്താം, മതം മാറി വിവാഹം കഴിക്കാം എന്ന് പെൺകുട്ടി പറഞ്ഞു. കാരണം ഈ ഷോക്കിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് വരണമല്ലോ. അപ്പോൾ ആ കുട്ടി കോളേജിലെ പഠനം കഴിഞ്ഞ് TTCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ധാരണയുണ്ടാക്കി. പക്ഷേ ഈ പയ്യനത് സമ്മതിച്ചില്ല. കാരണം ഇത് മറ്റെവിടെയോ മറ്റെന്തൊക്കെയോ രഹസ്യമായി ധാരണകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ചില വാക്കുകൾ കൊടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാകും. ആ സമ്മർദ്ദത്തിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നീക്കണം.
അതുകൊണ്ടല്ലേ ഈ വിവാഹത്തിന് ഇത്ര തിടുക്കം കൂട്ടിയത്? ഈ പെൺകുട്ടിയെ മതം മാറണം എന്ന് ശാഠ്യം പിടിച്ചത്? ഇനി ഇതിനിടയ്ക്ക് മറ്റൊരു ദുരിതം കൂടി ഉണ്ടായി. ഈ ചെറുപ്പക്കാരൻ ഒരു അനാശാസ്യ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ലോഡ്ജിൽ നിന്ന് പിടികൂടപ്പെട്ടു. എന്നിട്ടും ആ പെൺകുട്ടി അവനോട് ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പെൺകുട്ടിയെ അവൾ ഭയപ്പെടുന്നു എന്നല്ലേ? ഈ തൻ്റെ ഭാവി ജീവിതത്തെ നശിപ്പിക്കുന്ന എന്തൊക്കെയോ ഈ റമീസിൻ്റെ കൈവശമുണ്ട് എന്നതായിക്കൂടെ? അതിനുള്ള സാധ്യതയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പോലീസ് വളരെ ആഴത്തിൽ ഈ കേസ് അന്വേഷിക്കണം. അതുപോലെ പരിപ്ലവമായിട്ട് അന്വേഷിച്ച മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ക്രൂരമായാണ് മർദ്ദിച്ചിരിക്കുന്നത്. അത് മർദ്ദനം ഈ കാമുകൻ മാത്രമല്ല, കുടുംബക്കാരും ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലേക്ക് ഞാൻ വരുന്നു. അങ്ങനെ ഈ പിതാവിൻ്റെ മരണം കഴിഞ്ഞ് കുട്ടി അടിമാലിയിൽ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഈ റമീസ് അവിടെ വന്ന് ഈ കുട്ടിയെ ആലുവയിൽ വിവാഹത്തിൻ്റെ രജിസ്റ്റർ മാരേജിൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ പെൺകുട്ടിയെ ഒപ്പം ചെല്ലുന്നു. പക്ഷെ പാനായിക്കുളത്തുള്ള റമീസിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എത്തി ആ നിമിഷം മുതൽ അവൾ മതം മാറണം, പൊന്നാനിയിൽ പോകണം, 2 മാസം അവിടെ താമസിച്ച് മതം മാറണം എന്നാണ് അയാൾ വാശി പിടിച്ചത്. വണ്ടിയെല്ലാം റെഡിയാണ്, കൊണ്ടുപോകാനുള്ള ആൾക്കാർ റെഡിയാണ്. ഇതൊക്കെ വലിയ ദുരൂഹത ഉണർത്തുന്നത്. അപ്പോൾ ഇതാണ് ഈ കുട്ടിയെ ഇനി മറ്റാർക്കെങ്കിലും കൈമാറാനാണോ റമീസ് ഉദ്ദേശിച്ചത്? കാരണം അച്ഛൻ മരിച്ചുപോയി, വീട്ടിൽ നിന്ന് സ്വമേധയാ ലൗകികാദികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ്. അതെ, വളരെ വ്യക്തമാണ്. ഒരാൾ കല്യാണം കഴിക്കുന്നത് വേറൊരാൾ, അവസാനം കൊണ്ടുപോകുന്നത് വേറൊരാൾ, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവരെവിടെ ചെല്ലുന്നു എന്നറിയുന്നില്ല. പലപ്പോഴും മരണം കഴിഞ്ഞാണ് പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ നമ്മൾ അറിയുന്നത്. ഏറ്റവും അവസാനം ഹാദിയയുമായി ബന്ധപ്പെട്ട് പ്രണയിച്ചത് ഒരാളാണ്. അതെ, ഈ പോപ്പുലർ ഫണ്ട് കേസ് നടത്തിയതും വിവാഹം നടത്തി കൊടുത്തതും മറ്റൊരാൾ, ഇപ്പോൾ ഉള്ളത് വേറൊരാൾ. ഈ ഹാദിയ ആദ്യം പോകുന്നത് തന്നെ പ്രണയത്തിൽ പെട്ടിട്ടല്ല. എനിക്ക് ഖുറാൻ പഠിക്കണം, മതം പഠിക്കണം എന്ന് പറഞ്ഞാണ് ആദ്യം പോകുന്നത്. പിന്നീടാണ് ഒരാൾ പ്രണയത്തിലേക്ക് വരുന്നത്. ആ പ്രണയം നടക്കാതെ ആയപ്പോഴാണ് പിന്നെ കേസ് ഹൈക്കോടതിയിൽ വരികയും അവിടെ ഹൈക്കോടതിയിൽ ഉടനെ പുതിയൊരു കാമുകൻ പ്രത്യക്ഷപ്പെടുകയാണ്. ആ കാമുകന്റെ കൂടെ വിടാൻ സാധ്യമല്ല എന്ന് കോടതി പറഞ്ഞപ്പോഴാണ് കോടതി ഞെട്ടിപ്പോയി. ഇത് ആരെ പ്രേമിച്ചത് ഒരാള്, അവകാശപ്പെട്ട് വരുന്നത് വേറൊരാള്. കോടതിക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി. ഇങ്ങനെയൊക്കെയുള്ള വലിയ സംഭവങ്ങൾ അതിൻ്റെ പുറകെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ സോനയുടെ കാര്യത്തിൽ അങ്ങനെ വണ്ടി വരെ റെഡി കൊണ്ടുപോകാൻ. അപ്പോൾ ആ പെൺകുട്ടി എതിർത്തു. അതിന് ആ വീട്ടിൽ അത് നേരിട്ടത് കൊടിയ പീഡനമാണ്. വലിയ രീതിയിൽ ആ കുട്ടി മർദ്ദനമേറ്റു. അത് റമീസ് മാത്രമല്ല മർദ്ദിച്ചത്, അയാളുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഈ കുട്ടിയെ പീഡിപ്പിച്ചു, ആക്രമിച്ചു. അപ്പോൾ ഇതെല്ലാം സഹിച്ച് അവൾ ആ പെൺകുട്ടിയുടെ സുഹൃത്ത് പറയുകയാണല്ലോ, ഈ വീട്ടിൽ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സംഘടിച്ചു നിന്നു എന്നാണ് പറയുന്നത് ഈ കുട്ടിയെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ. അത് തീരെ നിവൃത്തി കേട്ടപ്പോഴാണ് അവൾ ഈ സുഹൃത്തിനെ വിളിച്ച് വിവരം പറയുന്നതും തൻ്റെ ജ്യേഷ്ഠനെ അറിയിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ജ്യേഷ്ഠൻ്റെ അടുത്ത് ഇവിടെ വന്ന് തന്നെ രക്ഷപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടാനും ഈ കുട്ടി പറയുക. അങ്ങനെയാണ് ഈ സുഹൃത്ത്. എനിക്ക് തോന്നുന്നത് അതാണ് ഈ പയ്യന്റെ ആവശ്യമായിരുന്നു ഈ പെൺകുട്ടിയെ വലയിലാക്കി പ്രണയിച്ച് ചിലപ്പോൾ പൊന്നാനിയിൽ എത്തിക്കുന്നതോടുകൂടി തന്നെ ഈ റമീസിന്റെ ഡ്യൂട്ടി കഴിയുകയാണ്. അതിനായിരിക്കും ചിലപ്പോൾ ആ പയ്യൻ വെപ്രാളപ്പെട്ടത്. അതെ, തീർച്ചയായിട്ടും. അത് ഈ സുഹൃത്ത് ഉടൻ തന്നെ ഈ സഹോദരൻ ബേസിലിനെ ബന്ധപ്പെടുകയും ബേസിൽ ഈ കുട്ടിയെ അവിടുന്ന് കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. കാരണം ഈ സുഹൃത്ത് പറഞ്ഞാണ് അറിയുന്നത് കൊടിയ പീഡനം ആ കുട്ടി ഏറ്റിട്ടുണ്ട്, ശരീരത്തിൽ അതിൻ്റെ മാരകമായ മുറിവുകളുണ്ട് എന്നുള്ളത് ഈ സുഹൃത്ത് പറഞ്ഞാണ് ഈ സഹോദരൻ പോലും അറിയുന്നത്. പിന്നീടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അത് വ്യക്തമായിട്ട് കാര്യകാരണങ്ങളെല്ലാം ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. റമീസ് എന്തൊക്കെ ചെയ്തു എന്നും എങ്ങനെയൊക്കെയാണ് തന്നെ ഉപദ്രവിച്ചതെന്നും ഒക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആ കുട്ടി പ്രണയത്തിൻ്റെ രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ പ്രണയത്തിന് വേണ്ടിയിട്ട് ജീവിതം കൊടുക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്കറിയാം, ഈ ലവ് ജിഹാദ് എന്നുള്ള ആക്ഷേപം ഉയർന്നപ്പോൾ അന്ന് അതിനെ സാധൂകരിച്ച്, അതിനെ ന്യായീകരിച്ച്, അതിനെ വെള്ളപൂശി രംഗത്തെത്തിയ ഇടത് ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും, പ്രഭാവർമ്മ സാറിനെ പോലെയുള്ളവർ വരെ അന്നത് ന്യായീകരിച്ച് രംഗത്ത് വന്നു. ഇടക്കാലത്ത് ഉയരുന്ന സംഭവമുണ്ടല്ലോ, തീവ്രവാദത്തിന് മതമില്ല, പ്രണയത്തിന് മതമില്ല. പക്ഷെ അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ മതത്തിന് പ്രണയമുണ്ട്, മതത്തിന് തീവ്രവാദവുമുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല.
അത് ഇവിടെ ഓരോ സംഭവങ്ങളിലും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ്, ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ സോന സംഭവം. കോതമംഗലത്ത് ആ പാവം പെൺകുട്ടി നേരിട്ട കൊടിയ പീഡനം, ഒരു യുവാവിനെ, ഒരു ചെറുപ്പക്കാരനെ മനസ്സറിഞ്ഞ് പ്രണയിച്ചു പോയി എന്നുള്ള ഒറ്റ തെറ്റേ ആ പെൺകുട്ടി ചെയ്തുള്ളൂ. അവന് വേണ്ടി അവസാന നിമിഷം വരെ അവൾ കാത്തിരുന്നു. ആ പ്രണയം സാഫല്യത്തിലെത്തിക്കാൻ, ആ പ്രണയം വിജയിപ്പിക്കാൻ, ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിച്ച് ഒരു ചെറുപ്പക്കാരനോടൊപ്പം ആഗ്രഹിച്ച് നിന്ന പെൺകുട്ടി ഒടുവിൽ മരണത്തിൻ്റെ വരണമാല്യം സ്വീകരിച്ച് സ്വയം ഇല്ലാതായി എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ സോനയെ പോലെയുള്ള പെൺകുട്ടികൾ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഇങ്ങനെ എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിനെ അമർച്ച ചെയ്യാൻ, ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ അപകടമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും ഈ സോനയുടെ ആത്മഹത്യാക്കുറിപ്പ് വളരെ ശക്തമായൊരു തെളിവാണ്. ആ തെളിവ് റമീസിന് വലിയ കുരുക്കായി മാറിയിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് ആ പെൺകുട്ടി പറയുന്ന ഓരോ വാക്കും, റമീസ് മാത്രമല്ല, റമീസിൻ്റെ മാതാപിതാക്കളെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്യണം, അവരെയും ചോദ്യം ചെയ്ത്, അവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത്, അവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം, അവർക്കെതിരെയും കുറ്റപത്രം സമർപ്പിക്കണം. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇനി കേരളത്തിൽ ഒരു പെൺകുട്ടിയും മതത്തിൻ്റെ പേരിൽ രക്തസാക്ഷിയാകരുത്, ബലിയാടാകരുത്. ഒരു പെൺകുട്ടിയുടെയും ജീവിതം അതുകൊണ്ട് നഷ്ടപ്പെടരുത്. ഇനി ഒരു പെൺകുട്ടിയെയും ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന ആട് മേയ്ക്കാൻ വേണ്ടി സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ ഒക്കെ കൊണ്ടുപോകാൻ, പൊന്നാനിയിൽ കൊണ്ടുപോയി ഈ എന്താ പറയുക, ഈ പറയുന്ന മതപരിവർത്തനം നടത്തി അവരെ സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും തള്ളിവിടരുത്. അതിന് അധികൃതർ ഏറ്റവും ഉചിതമായ നടപടി സ്വീകരിക്കണം. യഥാർത്ഥ മതവിശ്വാസികൾ തന്നെ. അവരെ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല, അവരെ ആർക്കും ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല. പക്ഷേ റമീസുമാരെ ഇനിയും നിയമത്തിൻ്റെ മുന്നിൽ വെറുതെ വിടരുത്. നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ച് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം.